ഹലോ, ഇന്ന് നമുക്ക് പാവക്ക വെച്ചിട്ടൊരു അടിപൊളി മെഴുക്ക് പുരട്ടി ആയാലോ? പാവക്ക കൈപ്പക്ക എന്നൊക്കെ പറയും കേട്ടോ. നമ്മളിൽ പലർക്കും പാവക്ക എന്ന് പറയുമ്പോഴേക്കും മുഖം ചൊളിയുന്നവരാകുമല്ലേ. അതിൻ്റെ ഒരു കയ്പ്പ് രുചി എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. എന്നാലും ആ ഒരു കയ്പ്പിന് അതിൻ്റേതായ രുചിയുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ പാവക്ക ഇതുപോലെ നീളത്തിൽ കനം കുറഞ്ഞ് നരിഞ്ഞെടുക്കുക. പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു സവാളയാണ് കേട്ടോ. ഒരു സവാള മതി, അതും ഇതുപോലെ കനം കുറഞ്ഞ് നരിഞ്ഞെടുക്കാം. പിന്നെ വേണ്ടത് തക്കാളിയാണ്. അതും ഇതുപോലെ നീളത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞെടുക്കാം. പിന്നെ ഞാൻ അതിലേക്ക് 2 പച്ചമുളക് നടുകീറിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കാം കേട്ടോ. അതൊന്ന് റോസ്റ്റായി വരുമ്പോൾ അതിലേക്ക് നേരത്തെ അരിഞ്ഞ് വെച്ച പാവക്ക, തക്കാളി, സവാള ഒക്കെ ഒന്നിച്ചിട്ട് കൊടുക്കാം കേട്ടോ. സെപ്പറേറ്റ് ആയിട്ട് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒരു 5 മിനിറ്റ് വഴറ്റിയതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ പാവക്ക മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, അത്രയേ ഉള്ളൂ.